നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന മൊബൈൽ ഫോൺ വിപ്ലവത്തിന് അടിത്തറയിട്ടത് ആരാണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ കാണുന്ന ഭാരതി എയർടെൽ എന്ന ആഗോള ടെലികോം സാമ്രാജ്യത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ? നമ്മളിൽ പലരും ഒരു ബിസിനസ് തുടങ്ങി പരാജയപ്പെടുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് പിന്മാറാറാണ് പതിവ്. എന്നാൽ ആദ്യം തുടങ്ങിയ ബിസിനസ് പരാജയപ്പെട്ടു, രണ്ടാമത് തുടങ്ങിയ ബിസിനസ് സർക്കാർ നിരോധിച്ചു. അങ്ങനെ പലതവണ പൂജ്യത്തിലേക്ക് വീണിട്ടും വീണിടത്ത് നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യൻ. തുടർച്ചയായ പരാജയങ്ങളാണ് വലിയ വിജയത്തിന്റെ അടിത്തറ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭാരതി എയർടെലിന്റെ സ്ഥാപകൻ സുനിൽ ഭാരതി മിത്തലിന്റെ അവിശ്വസനീയമായ പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1957 ഒക്ടോബർ 23 പഞ്ചാബിലെ ലുധിയാനയിലാണ് സുനിൽ ഭാരതി മിത്തൽ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. എങ്കിലും ബിസിനസ് പാരമ്പര്യമൊന്നും ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷം മറ്റുള്ളവരെ പോലെ ഒരു ജോലിക്ക് ശ്രമിക്കാനല്ല സുനിൽ ആഗ്രഹിച്ചത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അങ്ങനെ 1976 വെറും 18 വയസ്സുള്ളപ്പോൾ അച്ഛനിൽ നിന്നും കടം വാങ്ങിയ 20,000 രൂപയുമായി അദ്ദേഹം തന്റെ ആദ്യത്തെ ബിസിനസ് ആരംഭിച്ചു. സൈക്കിളുകളുടെ പാർട്സുകൾ നിർമ്മിച്ചു വിൽക്കുന്ന ഒരു ചെറിയ കമ്പനിയായിരുന്നു അത്. കഠിനമായി അധ്വാനിച്ചെങ്കിലും ആ ബിസിനസ്സിൽ നിന്ന് വിചാരിച്ചത്ര ലാഭമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ വലിയ നേട്ടങ്ങളില്ലാതെ ആ സൈക്കിൾ പാർട്സ് ബിസിനസ് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടി വന്നു. ആദ്യ പരാജയത്തിൽ തളരാതെ വലിയ അവസരങ്ങൾ തേടി 1980 അദ്ദേഹം മുംബൈയിലേക്ക് വണ്ടി കയറി. അക്കാലത്ത് ഇന്ത്യയിൽ കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുന്ന സമയമായിരുന്നു. ജപ്പാനിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് പോർട്ടബിൾ ജനറേറ്ററുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വലിയ വിജയമായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ ബിസിനസ് പച്ചപിടിച്ചു. അദ്ദേഹം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. തന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് സുനിൽ കരുതിയിരിക്കുമ്പോഴാണ് വിധി വീണ്ടും വില്ലനായി എത്തിയത്. പെട്ടെന്നൊരു ദിവസം ഇന്ത്യൻ സർക്കാർ വിദേശത്തു നിന്നുള്ള ജനറേറ്ററുകളുടെ ഇറക്കുമതി പൂർണ്ണമായി നിരോധിച്ചു. കൂടാതെ ഇന്ത്യയിൽ ജനറേറ്റർ നിർമ്മിക്കാനുള്ള ലൈസൻസ് മറ്റ് 2 വൻകിട കമ്പനികൾക്ക് നൽകുകയും ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് സുനിൽ ഭാരതി മിത്തലിന്റെ ബിസിനസ് പൂട്ടിപ്പോയി. അദ്ദേഹം വീണ്ടും പൂജ്യത്തിലേക്ക് വീണു. പലരും ഇതോടെ ബിസിനസ് നിർത്തിപ്പോകാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. പരാജയങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. 1982 ഒരു ബിസിനസ് ആവശ്യത്തിനായി അദ്ദേഹം തായ്വാൻ സന്ദർശിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി പുഷ് ബട്ടൺ ഫോണുകൾ കാണുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ പഴയ വിരലിട്ട് കറക്കുന്ന മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാവി ഈ പുഷ് ബട്ടൺ ഫോണുകളുടേതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തായ്വാനിൽ നിന്നും ഈ ഫോണുകളുടെ പാർട്ടുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് വിൽക്കാൻ അദ്ദേഹം തുടങ്ങി. വിറ്റാബ്രോ എന്ന പേരിൽ തുടങ്ങിയ ഈ ഫോണുകൾ ഇന്ത്യയിൽ സൂപ്പർ ഹിറ്റായി മാറി. തുടർന്ന് ഫാക്സ് മെഷീനുകളും കോഡ്ലെസ് ഫോണുകളും അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ സാധ്യതകൾ അദ്ദേഹം കൃത്യമായി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. 1992 ഇന്ത്യൻ സർക്കാർ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ ആരംഭിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു. ലേലത്തിൽ പങ്കെടുക്കാൻ സുനിൽ ഭാരതി മിത്തലും അപേക്ഷിച്ചു. എന്നാൽ അന്നത്തെ വലിയ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളോട് മത്സരിക്കാൻ അദ്ദേഹത്തിന് വലിയ മൂലധനമില്ലായിരുന്നു. ഫ്രഞ്ച് ടെലികോം കമ്പനിയായ വിവേനിയുമായി ചേർന്ന് അദ്ദേഹം ലേലം വിളിക്കുകയും ഡൽഹിയിൽ മൊബൈൽ സേവനം നൽകാനുള്ള ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ 1995 അദ്ദേഹം ഭാരതി സെല്ലുലാർ സ്ഥാപിച്ചു. എയർടെൽ എന്ന ബ്രാൻഡ് നാമത്തിൽ സർവീസ് ആരംഭിച്ചു. തുടക്കത്തിൽ
ഇൻകമിംഗ് കോളുകൾക്ക് പോലും മിനിറ്റിന് 16 രൂപയോളം ചാർജ് ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ സാധാരണക്കാർക്കും മൊബൈൽ ഫോൺ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സിംഗപ്പൂർ ടെലികോം, സിംഗിടെൽ പോലുള്ള വിദേശ നിക്ഷേപകരെ കൊണ്ടുവന്ന് എയർടെൽ രാജ്യവ്യാപകമായി വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ നെറ്റ്വർക്കായി എയർടെൽ മാറി. ഇന്ത്യയിൽ മാത്രം അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. 2010 വിഖ്യാത കമ്പനിയായ സെയിൻ ടെലികോം ഏറ്റെടുത്തുകൊണ്ട് എയർടെൽ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു. ഇന്ന് ഇന്ത്യയിലും ആഫ്രിക്കയിലുമായി കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്നാണ് ഭാരതി എയർടെൽ. ബിസിനസ് രംഗത്തെ ഈ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 2007 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതോടൊപ്പം ബ്രിട്ടനിലെ ചാൾസ് രാജാവിൽ നിന്നും നൈറ്റ്ഹുഡ് സർ പദവി ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ബിസിനസ്സുകാരനായി സുനിൽ ഭാരതി മിത്തൽ മാറി. അദ്ദേഹത്തിന്റെ ഭാരതി ഫൗണ്ടേഷൻ വഴി ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഇന്ന് സൗജന്യ വിദ്യാഭ്യാസവും നൽകി വരുന്നുണ്ട്. കൂട്ടുകാരെ, സുനിൽ ഭാരതി മിത്തലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: പരാജയങ്ങൾ എന്നത് ജീവിതത്തിന്റെ അവസാന വാക്കല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. സൈക്കിൾ പാർട്സ് ബിസിനസ്സും ജനറേറ്റർ ബിസിനസ്സും തകർന്നപ്പോൾ അദ്ദേഹം അന്ന് കളി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ എയർടെൽ എന്നൊരു ബ്രാൻഡ് ഉണ്ടാകുമായിരുന്നില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാനുള്ള ഈ വിജയകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ പരമ്പരയിലെ അടുത്ത പ്രധാന വ്യക്തികളുടെ കഥകൾ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.